കക്കാട് വായനശാലയുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാർദവമായ സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒട്ടനവധി കളികളും വിനോദങ്ങളും ഒരുക്കിയിരിക്കുന്നു. ചിരിയും സന്തോഷവും ചേരുന്ന ഈ വേള നമ്മുടെ ഓണത്തിൻ്റെ സൗന്ദര്യമാണ്. ഇതാണ് നമ്മുടെ വായനശാല. ഇവിടെ ഒരുപാട് ബുക്സുകളൊക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പൂക്കളെ ഇടാൻ വേണ്ടി പൂക്കൾ റെഡിയാക്കുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അങ്ങനെ നമ്മുടെ പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് ഒരു പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞു. കുട്ടികൾക്കുള്ള ട്രോഫികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓണാഘോഷം നടക്കുന്ന സ്ഥലത്തോട്ട് പോവാം. കുഞ്ഞുങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് ശ്രീനിജൻ MLA ആണ്. മുഖ്യ അതിഥി സിനിമാ താരം ഗൗരിനന്ദയാണ്. നമ്മുടെ നാട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ട്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ പങ്കെടുത്തിരിക്കുന്നു. ചിരിയും കയ്യടിയും നിറഞ്ഞ മനോഹരമായ നിമിഷങ്ങളാണിത്. ഒരു ഗ്രാമം മുഴുവൻ ഒന്നിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു. ശരിക്കും ഈ ഒത്തുചേരൽ തന്നെയാണ് നമ്മുടെ ഓണത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ. ഒരു ഗ്രാമം മുഴുവൻ ഒന്നിച്ച് ഒരു നിമിഷം ആഘോഷിക്കുന്ന ഒരു ദിവസം, അതല്ലേ ഓണത്തിൻ്റെ ഒരു സൗന്ദര്യം തന്നെ. അപ്പോൾ എല്ലാവരും ഏകദേശം വന്നെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് പരിപാടികൾ തുടങ്ങാം. ആദ്യം കുട്ടികളുടെ പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് മുതിർന്നവരുടെ പരിപാടികൾ തുടങ്ങുന്നത്. അവരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നമുക്ക് അവരുടെ ചെറിയ ചെറിയ ഗെയിംസ് കാണാം. ഓടിച്ചോ. ഫ്രണ്ടിലേക്ക് മാത്രമാണ് പോകാൻ പോകുന്നത്. മനസ്സിലായോ?
രക്ഷാധികാരിയാണ് സുന്ദരിക്ക് പൊട്ടുത്തരഞ്ഞിരിക്കുന്നത്. വായനശാലയുടെ രക്ഷാധികാരി സുന്ദരിക്ക് പൊട്ടുത്തരഞ്ഞിട്ടുണ്ട്. അസാധാരണമാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിലേക്ക് വേണം.
IIT നമ്മുടെ ഈ വാർഡ് എടുത്താലും സമീപ വാർഡ് എടുത്താലും IIT പോയി പഠിച്ച് മികച്ച വിജയം നേടുന്ന ആദ്യത്തെ കൊണ്ടാണ് സമയമില്ലാത്ത സമയത്ത് അദ്ദേഹം ഇവിടെ വന്ന് നമ്മളോട് സഹകരിച്ചത്. അദ്ദേഹം ഈ സംസാരിക്കുന്നത് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ച് ഇങ്ങനെ കക്കാട് ഗ്രാമീണ വായനശാല ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അനൂപും അതുപോലെ പ്രസാദ് ചേട്ടനും ജോളി ചേട്ടനും എല്ലാം ആവശ്യപ്പെടുമ്പോൾ ഈ പ്രദേശത്ത് ഒരു വായനശാല വേണം എന്നൊരു ആഗ്രഹത്തോടു കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും താലൂക്കിന്റെ ഭാരവാഹി എന്ന രീതിയിൽ അതിന് എല്ലാവിധ സപ്പോർട്ടും നൽകിയിട്ടുണ്ടായി. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം തോന്നി ഇവിടെ ഒരു വായനശാല എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു ചെറിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലമായി ഏറ്റവും നന്നായി ഈ പ്രദേശത്തിന്റെ വിളക്കായി ഈ ഗ്രന്ഥശാല മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഓരോ പരിപാടികളിലും നിരന്തരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഓണാഘോഷം നന്നായി സംഘടിപ്പിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു. വായനശാലകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം നമുക്കറിയാം, ഓണത്തെ സംബന്ധിച്ച് പൂക്കളമാണ്. ഈ നാടിന്റെ അക്ഷരങ്ങൾ കൊണ്ട് പൂക്കളം തീർക്കുന്നവരാണ് ഇവിടുത്തെ വായനശാല പ്രവർത്തകർ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അക്ഷരങ്ങൾ കൊണ്ട് പൂക്കളം തീർക്കുന്ന ഈ നാടിന്റെ എല്ലാം ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടുകൂടി കൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഓണത്തിന്റെ സങ്കല്പം തന്നെ നമുക്കറിയാം. എല്ലാവരും ഒന്നുപോലെ എന്ന് കാണുന്ന ആ സങ്കല്പത്തിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ നാടിന്റെ ആകെ ഉത്സവമാക്കി മാറ്റിക്കൊണ്ടു പോകുന്ന ഈ ഇതിന്റെ സംഘാടകർക്ക്, ഈ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പെട്ടെന്ന് ചുരുക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, ഒരു 3 വായനശാലകൾ കൂടി ഇന്ന് തന്നെ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജോളിച്ചേട്ടൻ, അതുപോലെ ഈ വാർഡിൻ്റെ മെമ്പർ സജിനി, നമ്മുടെ തൊട്ടടുത്ത വാർഡിൻ്റെ മെമ്പർ അഡ്വക്കേറ്റ് ബിജു വി ജോൺ, അതുപോലെ മുൻ മെമ്പറായിട്ടുള്ള റെജി ലിക്കപ്പറമ്പൻ, നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ടുള്ള നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള താരം, അതുപോലെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മൾ എല്ലാ വർഷവും ഓണം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. ഇത്തരം കൂട്ടായ്മകൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ നോക്കിയാലും ഇപ്പോൾ ഓണാഘോഷങ്ങളാണ്. സ്കൂളുകളിൽ കുട്ടികൾ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വളരെ മനോഹരമായ രീതിയിൽ ഓണം ആഘോഷിക്കുന്നു. വീടുകളിലും റെസിഡൻസ് അസോസിയേഷനുകളിലും ക്ലബ്ബുകളിലും വായനശാലകളിലും എവിടെ നോക്കിയാലും ഓണത്തിൻ്റെ ആഘോഷങ്ങളാണ്. ഇന്ന് പള്ളിയിലും അമ്പലത്തിലും എല്ലായിടത്തും ഓണാഘോഷങ്ങളാണ്. ആഘോഷങ്ങൾ അഭിനയത്തിൻ്റെ ഒരു രീതിയിലേക്ക് വഴിമാറുന്ന ഈ കാലഘട്ടത്തിൽ, സമൂഹത്തിലെ സന്തോഷവും സമാധാനവും നഷ്ടമാകുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്ന മഹാബലി ചക്രവർത്തി ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഒരുമയോടെ സന്തോഷത്തോടെ കഴിഞ്ഞ ആ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലേക്ക് എന്ന് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഓണത്തിൻ്റെ ഒരുമ നിലനിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓണമില്ല, പരസ്പരം കണ്ടാൽ മിണ്ടില്ല, പരസ്പരം അറിയില്ല, വലിയ മതിലുകൾ കെട്ടി തൊട്ടടുത്തുള്ള വീട്ടിൽ ആരാ താമസിക്കുന്നേ, അവിടുത്തെ കുട്ടിയുടെ പേരെന്താ, അവിടെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഉള്ളത്, ഒന്നും നമുക്കറിയില്ല. നമ്മൾ നമ്മളുടേക്ക് മാത്രം ചുരുങ്ങി നമ്മുടെ കാര്യം മാത്രം നോക്കി നമ്മളുടെ കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുകയാണ്. ഈ സമൂഹത്തിന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ മാത്രമല്ല, നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ നമുക്ക് എത്രയോ ആളുകളുടെ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്ന് നമ്മളാരും മനസ്സിലാക്കുന്നില്ല. നമ്മളെല്ലാവരും വിചാരിക്കും നമ്മളെല്ലാവരും അധ്വാനിച്ചിട്ടാണല്ലോ ജീവിക്കുന്നത്. ശരിയാണ്. നമ്മൾ ഉടുക്കുന്ന ഓരോ വസ്ത്രവും നാം കഴിക്കുന്ന ഓരോ ഭക്ഷണവും അതെല്ലാം ഒരുപാട് പേരുടെ വിയർപ്പിൻ്റെ ഫലമാണ്. അപ്പം നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിനോട് നമുക്കും വലിയ കടപ്പാടുകളുണ്ട്. തീർച്ചയായിട്ടും ആ കടപ്പാടുകളെല്ലാം ഓർത്തുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനും കരുതുവാനും എല്ലാവരെയും
എന്താ പറയുന്നത്, എല്ലാവരോടും കൂട്ടുചേർന്ന് നിന്നുകൊണ്ട് പെരുമാറുവാനും എല്ലാവർക്കും ഇടയാകണം. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനായിട്ട് ഇടയായത്. 4 പഞ്ചായത്തിൻ്റെ ചുമതലയുള്ള എനിക്ക് ആദ്യമായിട്ട് ഫണ്ട് കിട്ടിയപ്പോൾ ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം എൻ്റെ മുൻപിൽ വരികയും അത് പരിഹരിക്കുവാൻ വേണ്ടി ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഫണ്ട് ഞാനിവിടെ വിനിയോഗിക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെ ആ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഈ വായനശാലയുടെ ഞാൻ ബിജു മെമ്പറെ വിളിച്ചിട്ട് നമുക്ക് എന്താണ് അത്യാവശ്യം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ലാപ്ടോപ്പാണ് അത്യാവശ്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ലാപ്ടോപ്പ് കൊടുക്കുവാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അത് മിക്കവാറും അടുത്ത മാസത്തിനുള്ളിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരോടും, എന്നോട് സഹകരിച്ച എല്ലാവരോടും, അതായത് നിങ്ങൾ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ ഞങ്ങളുടെ കാലാവധി ഇനി 3-4 മാസത്തേക്കേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥാനം എനിക്ക് തന്ന് നിങ്ങളോടൊപ്പം എന്നെ ചേർത്ത് നിർത്തിയതിന് എല്ലാവരോടുമുള്ള സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയിക്കാറ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്തിരി വൈകിപ്പോയി. അവസാനം മതി. എന്നാ നമ്മുടെ 1-ാം വാർഡിൻ്റെ മെമ്പർ ശ്രീമതി സജിനി സുനിലിനെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ ജോളി ചേട്ടൻ, നമ്മുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് PV ശ്രീജനൻ MLA, നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് വന്നിരിക്കുന്ന ഗൗരി നന്ദ, ഇവിടെ വന്നിരിക്കുന്ന ഇതിൻ്റെ സെക്രട്ടറി അനൂപ്, 16-ാം വാർഡ് ബിജു അമ്പർ, ലിസ് ചേച്ചി, അതുപോലെ ഓമൻ ചേച്ചി, പ്രസാദേട്ടൻ അടക്കം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു ഓണാശംസകൾ നേരുന്നു. നമുക്കറിയാം 2021 ലാണ് നമ്മുടെ ഈ വായനശാല ആരംഭിച്ച് അന്നോട്ട് ഇന്ന് വരെ നല്ല രീതിയിൽ, ഏറ്റവും നല്ല ഒരു നമ്മുടെ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വായനശാലയാണ് നമ്മുടെ കക്കാട് വായനശാല. അത് എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ പറയും. കാരണം എല്ലാ പരിപാടികളും, ഏതൊരു പരിപാടികളും അത് ഏറ്റെടുത്ത് നടക്കുന്നതിൽ ഒരു മുൻപന്തിയിൽ നിൽക്കുന്നതാണ് നമ്മുടെ വായനശാല. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. കാരണം അനൂപായാലും ജോളിച്ചേട്ടനാണെങ്കിലും അതിൻ്റെ പുറകിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്തായാലും എൻ്റെ വാർഡിൽ ഇങ്ങനെ ഒരു വായനശാല പ്രവർത്തിക്കാൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ അധ്യക്ഷം വഹിക്കുന്ന വായനശാല, കക്കാട് ഗ്രാമീണ വായനശാലയുടെ പ്രസിഡന്റ് OS ജോളി, എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ലക്സ്, വിശിഷ്ടാതിഥിയായിത്തിരിക്കുന്ന എൻ്റെ വാർഡിലെ തന്നെ ഒരു വോട്ടറായ ഗൗരി നന്ദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓമന നന്ദകുമാർ, ഈ വാർഡിലെ അംഗം ഗ്രാമപഞ്ചായത്ത് അംഗം സജിനി സുനിൽ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ റജി ലിക്കപ്പറമ്പിൽ, പ്രസാദേട്ടൻ, അനൂപ്, അമ്പിളി ഷിബു, മറ്റ് പ്രിയപ്പെട്ട കക്കാട് വായനശാലയുടെ അഭ്യുദയകാംക്ഷികളെ, കക്കാട് നിവാസികളെ, ഓണാഘോഷങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് നമ്മുടെ മലയാളക്കരയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടുത്തെ ഒരു ഓണാഘോഷത്തിനൊരു പ്രത്യേകത ഞാൻ കാണുന്നുണ്ട്. കാര്യം ഇത്തവണത്തെ ഒരു ഓണാഘോഷത്തിന് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിലെ വില നിലവാരം വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഓണാഘോഷം എല്ലാ സംഘടനകളും മത്സരിച്ചാണ് ഓണം ആഘോഷിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതിരുന്ന ഓണാഘോഷങ്ങൾ, ഇപ്പോൾ വയോജനങ്ങളുടെ ഓണാഘോഷം, അതേപോലെ യോഗ ക്ലബിൻ്റെ ഓണാഘോഷം, അങ്ങനെ ഓരോ വർഷം തോറും ഓണം ആഘോഷിക്കുന്ന സംഘടനകൾ ഇങ്ങനെ ഓണം ആഘോഷിക്കുമ്പോൾ ഓണസദ്യയും കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ ആ ഓണസദ്യ ഒഴിവാക്കിയതിനെ ഞാനത് വളരെയധികം അഭിനന്ദിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമ്മുടെ മാർക്കറ്റ് ഒരു ഇതായിട്ട് നിൽക്കുകയാണ്. അത്രയ്ക്ക് വിലക്കയറ്റം നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ ഇത്രമാത്രം ഒരു പർച്ചേസ് അല്ലെങ്കിൽ വാങ്ങൽ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായാലും അതൊരു മാതൃകാപരമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും ലിസ്റ്റേജ് പറഞ്ഞ മാതിരി ഞാൻ ആലോചിക്കുകയായിരുന്നു, പണ്ടൊക്കെ പല ആളുകളെ കുറിച്ച്, പല കല്യാണാലോചനയൊക്കെ വരുമ്പോൾ നമ്മളെയൊക്കെ വിളിച്ച് ഈ വാർഡ് മെമ്പർ അന്വേഷിച്ച് വിളിക്കുമായിരുന്നു. പിന്നെ വീട്ടിലെ പയ്യൻ എങ്ങനെയുണ്ട്, ആ പയ്യൻ്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് വീട്ടുകാരെ കുറിച്ചൊക്കെ ചോദിച്ച് വിളിക്കും. ഇപ്പം നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരെ കുറിച്ചൊക്കെ പറയാൻ പറ്റും, പിള്ളേരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഈ പിള്ളേരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് നാട്ടിലുള്ളവർക്ക് അറിയില്ലാത്ത ഒരവസ്ഥയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, നാട്ടിലുള്ള കുട്ടികൾ തമ്മിലുള്ള കളികൾ, കൂട്ടായ്മകളൊക്കെ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളുകളെ പോലും അറിയാത്ത രീതിയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓണാഘോഷം സംഘടിപ്പിച്ചതിന് അഭിനന്ദിക്കുന്നു. കക്കാട് ഗ്രാമീണ വായനശാലയ്ക്ക് ഇവിടുത്തെ യുവാക്കളെ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളെ നല്ല വായനയിലേക്ക് നയിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് പക്ഷപാതിത്വം പിടിക്കാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി ഓമന നന്ദകുമാറിനെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകനായ ബഹുമാനപ്പെട്ട MLA, അതുപോലെ തന്നെ മുഖ്യാതിഥിയായിട്ടുള്ള 16-ാം വാർഡിൽ തന്നെ താമസിക്കുന്ന, നമുക്ക് അഭിമാനമാണ് ഒരു സിനിമാ താരം നമ്മുടെയൊക്കെ വാർഡിൽ താമസിക്കുക എന്ന് വെച്ചാൽ ഗൗരി നന്ദ, അതുപോലെ തന്നെ റജിച്ചേട്ടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ലിസ് ചേച്ചി, 16-ാം വാർഡ് മെമ്പർ ബിജു, അഡ്വക്കേറ്റ് ബിജു, 1-ാം വാർഡ് മെമ്പർ സജിനി, എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ പ്രസിഡന്റ് എന്നോട് നമ്മുടെ പ്രസാദ് ഏട്ടൻ നമ്മുടെ വായനശാലയ്ക്ക് ലാപ്ടോപ്പ് വേണം, അലമാരി വേണം, അങ്ങനെ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലാപ്ടോപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കിട്ടി, ഇവിടെ കമ്പനിയിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ലാപ്ടോപ്പ് ഞാൻ വെണ്ണിക്കുളം വായനശാലയ്ക്ക് കൊടുക്കുകയുണ്ടായി. ഇപ്പം എന്നോട് ചോദിക്കുകയാണ് വായനശാലയ്ക്ക് ലാപ്ടോപ്പ് തരുമോന്ന്. അപ്പോൾ അത് അന്ന് ഞാൻ ഈ വായനശാലയ്ക്ക് വേണ്ടിയിട്ട് വെച്ചത്. അപ്പോൾ അത് വേണ്ട, കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ അങ്ങോട്ട് കൊടുത്തത്. ഈ പ്രാവശ്യം എനിക്ക് അലമാരിയാണ് കൊടുക്കാൻ സാധിച്ചത്. 2 അലമാരി കൊടുക്കാമെന്ന് വിചാരിച്ചു, നമുക്കത് കൊടുക്കാൻ സാധിച്ചില്ല, ഒരെണ്ണമായിട്ട് ചുരുക്കേണ്ടി വന്നു. ഇനി ഞാൻ അന്വേഷിക്കുന്നുണ്ട്, കിട്ടുകയാണെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പറഞ്ഞതിലൊരു ചെറിയൊരു തിരുത്തുണ്ട്. കാരണം വെച്ചാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നമുക്ക് ആദ്യം ഒരു അലമാരയും അതോടൊപ്പം തന്നെ ഒരു ലാപ്ടോപ്പും തരാമെന്നാണ് വാഗ്ദാനം ചെയ്തത്. അപ്പം നമുക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് HOC ഒരു ഡെസ്ക്ടോപ്പ് തന്നു. ആ ഡെസ്ക്ടോപ്പ് തന്നപ്പോൾ പിന്നെ അത് വേണ്ടല്ലോ, നമുക്ക് അലമാരി 2 തന്നാൽ മതി എന്ന തരത്തിലേക്ക് അത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും 2 കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അത് മാറ്റിയത്. പക്ഷേ ബ്ലോക്ക് മെമ്പർ തന്നപ്പോൾ അത് ഓർമ്മയായി പോയി. അപ്പോൾ പിന്നീട് നമുക്ക് ഒരു ലാപ്ടോപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളോട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം നമുക്കൊരു ലാപ്ടോപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാപ്ടോപ്പിൻ്റെ ഒപ്പം ഒരു അലമാരി കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി തന്നാൽ ഞങ്ങൾ വിഷമിച്ചു പോകും. അപ്പോൾ തരുവാണെങ്കിൽ എല്ലാവരും മാറി തരണം, ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മാറി തരണം. എല്ലാവരും നമ്മുടെ വായനശാലയെ വളരെ കരുതലോടുകൂടി കാണുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാണ്. അവരോടുള്ള ഏറ്റവും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. നമ്മുടെ ഈ വായനശാലയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന രാജൻ ചേട്ടൻ ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വേണമായിരുന്നു നമ്മൾ ഈ യോഗം ആരംഭിക്കാനായിട്ട്, അത് മറന്നുപോയി. അദ്ദേഹത്തോട് ഏറ്റവും ആദരപൂർവ്വം അദ്ദേഹത്തിൻ്റെ പേരിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കാം മൗനമായി. ഇനി നമുക്ക് സമ്മാനദാന ചടങ്ങാണ് അടുത്ത് നടക്കാനുള്ളത്. ആ സമ്മാനദാന ചടങ്ങ് നടക്കുന്നതിന് വേണ്ടിയിട്ട് വായനശാലയുടെ ഈ ഓണാഘോഷത്തിൻ്റെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ ജോളി, ഏറ്റവും ബഹുമാന്യനായി ഇന്നിവിടെ നമ്മുടെ ഈ ചടങ്ങൂടെ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട നമ്മുടെ MLA അഡ്വക്കേറ്റ് ശ്രീ PV ശ്രീനിജൻ, ഏറ്റവും ബഹുമാന്യായ എൻ്റെ സുഹൃത്തുക്കൂടെയായ ശ്രീ കുമാരി ഗൗരി നന്ദ, അതോടൊപ്പം വേദി അലങ്കരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം എൻ്റെ പ്രിയപ്പെട്ട ലിസ് ചേച്ചി, നമ്മുടെ പ്രദേശത്തെ പഞ്ചായത്ത് അംഗങ്ങളായ നമ്മുടെ സജിനി സുനിൽ, അഡ്വക്കേറ്റ് ബിജു വി ജോൺ, ഏറ്റവും ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം
ഓമന നന്ദകുമാർ, അതോടൊപ്പം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമ്പിളി ഷിബു, ഇതിൻ്റെ നമ്മുടെ വായനശാലയുടെ ഭാരവാഹികളായ പ്രസാദേട്ടൻ, അനൂപ്, ഷിനോയി അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, എന്തായാലും അതിയായൊരു സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 ദിവസക്കാലമായിട്ട്, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ 2 ദിവസമായി നമ്മുടെ പ്രദേശത്തെ നമ്മുടെ വായനശാല അംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ അടക്കം ഏതാണ്ട് ഒരു 250-300ഓളം കുടുംബങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് നമുക്ക് ഈ കാലത്ത് ഈ ഓണാഘോഷം ഇവിടെ സംഘടിപ്പിക്കുവാനും എല്ലാം സാധിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഓരോ വർഷം ചെല്ലുന്തോറും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ എല്ലാം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇത്ര ഗംഭീരമായി ഇത്ര വലിയ പങ്കാളിത്തത്തോടു കൂടി തന്നെ ഇത് സംഘടിപ്പിക്കാൻ സാധിച്ചത്. ഇതിൻ്റെ ഭാരവാഹികൾ ഏതാണ്ട് 1 മാസക്കാലമായിട്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഏതാണ്ട് സ്വന്തം വീടുകളിലെ ഒരു ചടങ്ങ് പോലെ തന്നെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടും വളരെ രസകരമായി തന്നെ ഇന്നലെയൊക്കെ നമ്മുടെ മക്കളെല്ലാം വളരെ ആസ്വദിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പരിപാടികളെല്ലാം ഒരു മത്സരബുദ്ധിയില്ലാതെ തമ്മിലൊരു ഫ്രണ്ട്ലി മാച്ച് പോലെ തന്നെയാണ് എല്ലാ ഘട്ടങ്ങളിലും ഇന്ന് വൈകുന്നേരം വരെ ഈ പരിപാടിയിലെല്ലാം പങ്കെടുത്തിരുന്നത്. അതിനെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരെയെല്ലാം പ്രത്യേകം ഈ ഘട്ടത്തിൽ അനുമോദിക്കട്ടെ. അതോടൊപ്പം ഇന്നലെ ഇന്നുമായി നടന്ന ഈ മത്സരങ്ങളിലെല്ലാം സമ്മാനങ്ങൾ എല്ലാവരും സമ്മാനത്തിന് അർഹതപ്പെട്ടവരായിരുന്നു. സമ്മാനങ്ങൾ 1ഉം 2ഉമൊക്കെ എത്തിയവരെ പ്രത്യേകം ഈ ഘട്ടത്തിൽ അനുമോദിക്കട്ടെ. അതോടൊപ്പം ഞാൻ അമ്പിളിയെ പ്രത്യേകം എടുത്തു പറഞ്ഞത്, നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് ഏതാണ്ട് ഒരു 2 സെൻറ്റ് ഭൂമി ഒരു സാംസ്കാരിക നിലയത്തിന് വേണ്ടി മാറിക്കിടന്നപ്പോൾ 2018-19 സാമ്പത്തിക വർഷത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ആണ് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു സാംസ്കാരിക നിലയം പ്രിയപ്പെട്ട അംബ്ലീഷും പോരാത്ത എന്തോ പൈസ പഞ്ചായത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടാണ് അതൊന്ന് പൂർത്തീകരിച്ച് നൽകുവാനായിട്ട് സാധിച്ചത്. ഈ ഘട്ടത്തിൽ അമ്പിളിയെ മറക്കാതെ തന്നെ അത് പ്രത്യേകം ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുന്നു. ഇനിയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്കാണെങ്കിലും ജില്ലാ പഞ്ചായത്ത് മെമ്പറും എല്ലാം വളരെ കരുതലോടുകൂടി തന്നെ നമ്മുടെ വായനശാലയെ കരുതും എന്നൊരു വിശ്വാസത്തോടുകൂടി തന്നെ എല്ലാവർക്കും ഒരു ഓണാശംസ കൂടി നേർന്നുകൊണ്ട് നമുക്കിവിടെ വലിയ സമ്മാനങ്ങൾ പലരുമായിട്ട് ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അവരെയൊക്കെ ഈ ഘട്ടത്തിൽ പ്രത്യേകം മിഠായി വർക്കൽ കിഡ്സ് അപ് ടു 5 years ആണ്. ഫസ്റ്റ് പ്രൈസ് 2 ഉണ്ട്. ഫസ്റ്റ് വൺ കാശിനാഥ്. സെക്കൻഡ് പ്രൈസ് അഖിൽ